ദേ ഞങ്ങൾ വന്നിട്ടുണ്ട്. മിന്നും കുട്ടികളും പിന്നെ ഞാനും. അപ്പം രാത്രി ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. മിന്നും മക്കളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നും മിന്നും കുട്ടിയാവുന്ന സമയത്തെ എനിക്ക് അവർ ശരിക്കും പണി തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബെഡിലൊന്നും കിടക്കാറേ ഇല്ല. കൂട്ടിലടച്ച് അവർ കിടക്കില്ല. എൻ്റെ കൂടെ അവർക്ക് കിടന്നേ പറ്റും. 3 പേരും കൂടിയും കിടന്ന് കാണിക്കുന്നു കണ്ടില്ലേ. ഇനി എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അവർ. കുട്ടികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പോയിട്ട് മിന്നുകുട്ടി ഒരുപാട് വൈകിട്ടാണ് തിരിച്ചെത്തിന്. നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അടുത്ത വീട്ടിലേക്കൊക്കെ ഒരു യാത്ര അവൾക്ക് പതിവാണ്. എല്ലാ വീടുകളിലത്തെ ആളായി മാറിയിട്ടുണ്ട് അവൾ. പിന്നെ എയർ ഹോളിൽ ചാടിയിട്ട് മിന്നുവിനും മക്കളുടെ അടുത്തേക്കൊരു വരവുണ്ട്. അപ്പോൾ കുട്ടികളുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഏത് മിണ്ടാപ്രാണികളായാലും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. ഈ മിണ്ടാപ്രാണികളെ കണ്ടിട്ട് മനുഷ്യന് പലതും പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇവർ കാണിക്കുന്ന ക്ഷമയും സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോൾ തോന്നും ഇവർ മനുഷ്യരെക്കായി എത്രയോ ഭേദമാണ് എന്ന്. ഇവർ സ്നേഹിക്കുമ്പോഴും ഇവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടാറുണ്ട്. ചിന്നുകുട്ടി ഒരു ദിവസം അടുത്ത വീട്ടിലേക്ക് ഇതേപോലെ പോയതാണ്. പിന്നെ തിരിച്ചു വന്നില്ല. എന്തേ പിടിച്ചതെന്നറിയില്ല. ഇവിടെ കാടും പൊന്തിക്ക് ധാരാളം ഉണ്ടേ. ചിന്നുവിൻ്റെ പൊന്നുമക്കൾ എങ്ങോട്ടും പോവാറില്ല. എന്നിട്ടും അവരെന്നെ പൊന്തയിൽ ഒളിങ്ങിയിരുന്നിട്ട് എന്തോ പിടിച്ചു. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്. കുറേ നാളത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ചിന്നു പോയി, അതിൻ്റെ പിന്നാലെ അവളുടെ പൊന്നുമക്കളും പോയി. വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു അത്. അപ്പം മിന്നുവിൻ്റെ കുഞ്ഞുമക്കൾക്ക് 1 മാസം പ്രായമായിട്ടുണ്ട്. റസ്ക് നനച്ചു കൊടുത്താൽ അവർ കഴിക്കാറുണ്ട്. 2 ദിവസമായിട്ട് അവർ മീനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രി വികൃതി കാട്ടിയിട്ട് മിന്നുവിൻ്റെ കുഞ്ഞുമക്കൾ ഉറങ്ങാനേ സമ്മതിക്കില്ല. ഈ കുഞ്ഞു കുറുമ്പുകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ വികൃതി ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്.